കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മള് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തു. 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പം ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നമ്മള് വായിക്കുമ്പോൾ ആമേൻ, ശരീരം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ദൂരസ്ഥനായിരുന്നുവെങ്കിലും ആത്മാവ് കൊണ്ട് താൻ സമീപസ്ഥനായി, കൊലോസ്യ വിശ്വാസികൾക്ക് താൻ സമീപസ്ഥനായിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, കൊലോസ്യർക്ക് വേണ്ടി പൗലോസിന്റെ ഒരു വ്യഗ്രത, സഭയ്ക്ക് വേണ്ടി പൗലോസ് കഷ്ടതകളങ്ങ് സഹിക്കുകയാണ്. വളരെ കഷ്ടതകൾ അപ്പോസ്തലനായ പൗലോസ് സഹിച്ചിട്ട് താൻ ആ സഭയെ കുറിച്ച് ദിനരാത്രം ആമേൻ താൻ കഷ്ടപ്പെടുകയാണ്. അവരെ കുറിച്ച് തനിക്ക് ഭാരമുണ്ടാകുകയാണ്. ആമേൻ, അവരെ വല്ല വിധേനയും ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ താൻ ഇവിടെ ആമേൻ ഒരുങ്ങുകയാണ്. ആമേൻ, ഒരിക്കല് സുപ്രസിദ്ധ സുവിശേഷകനായ ഡോക്ടർ D.L. മൂഡി ഇപ്രകാരം ഉദ്ധരിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായി. അതായത്, പൂർണ്ണമായും മുഴുവനായും ദൈവത്തിനായും അവന്റെ ശുശ്രൂഷയ്ക്കായും സമർപ്പിക്കപ്പെട്ട ഒരുവന് വേണ്ടി ഒരുവനാൽ സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതും ചെയ്യുന്നതുമായ കാര്യം ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മിലൂടെ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ കർത്താവ് ചെയ്യവും, അത് തീർച്ചയാണ്, അത് ലോകം കാണും. നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. അപ്പം ദൈവകൃപയാൽ ആമേൻ ആ മനുഷ്യൻ ഞാനായിരിക്കട്ടെ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്നിലൂടെ കർത്താവേ ചിലത് ചെയ്യണം, എന്നിലൂടെ ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. എന്താണ്? ആമേൻ, തൻ്റെ ജീവിതത്തിന്റെയും തൻ്റെ ലേഖനങ്ങളുടെയും ആമേൻ ആ ദൈവശക്തിയുടെ രഹസ്യം താൻ വെളിപ്പെടുത്തുകയാണ്. എന്താണ് താൻ വെളിപ്പെടുത്തുന്നത്? ക്രിസ്തുവിന്റെ ആളത്വത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ആത്മാവിന് സമ്പൂർണമായി വിധേയപ്പെടുക. ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കിയെടുക്കുക. ആമേൻ, അനുകമ്പയുള്ള ജീവിതം ഹല്ലേലൂയ മറ്റുള്ളവർ മുൻപാകെ വെളിപ്പെടുത്തുക. ഇങ്ങനെയുള്ള സവിശേഷതകളെല്ലാം അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകാൽ കൊലോസ്യ ലേഖനത്തിൽ ഈ 2-ാം അധ്യായത്തിൽ താൻ അനേക കാര്യങ്ങൾ ഇപ്രകാരം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തിൽ ഏകീഭവിച്ച് ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ എല്ലാവർക്കും വേണ്ടി ഹല്ലേലൂയ ഒരു കടക്കാരനായി ഇരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ലവോദിക്കയിലുള്ളവർ ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ല, ഇനി അവർക്ക് കാണണം. അതിനുവേണ്ടി താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവന്റെ മുഖവും അവന്റെ സാന്നിധ്യവും എല്ലാവർക്കും അന്നൊരു ആശ്വാസമായിരുന്നു എന്നാണ് അതിന്റെ തെളിവ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കും. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായന്റെ 38-ാമത്തെ വാക്യത്തിൽ, ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. കപ്പൽ കയറുന്നത് വരെ അവർ അവനെ അനുയാത്ര ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആമേൻ ഒരു അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കമാണ്. തന്നെ മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ എല്ലാം വരുത്തിയിട്ട് താൻ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് ആ 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം തൊട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പ്രബോധനം അവസാനിപ്പിക്കുമ്പോഴാണ് താന്
യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്ന ആ ഒരുക്കത്തിന്റെ ഭാഗമാണ് 38 വാക്യത്തിലേക്ക് നാം കാണുന്നത്. അപ്പൊ ആ വാക്യങ്ങൾ നമുക്ക് പ്രതിവാക്യങ്ങളാക്കി വായിച്ചു നോക്കുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ താൻ അവിടെ വെളിപ്പെടുത്തുന്നതിനായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ കൊലോസ്യയിൽ ഉള്ളവർക്ക് താൻ ഒരാശ്വാസമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വേദവാക്യങ്ങൾ. ഞാൻ പെട്ടെന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവൻ 17 വാക്യം തൊട്ട്, അവൻ മിലേത്തോസിൽ നിന്ന് അവന് എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം ദിവസം മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. വ്യക്തമായി താൻ പറഞ്ഞു കൊടുക്കുക, ഞാൻ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാ? 19 വാക്യം പറയുന്നു, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദരുടെ ഗൂഢാലോചനകളാൽ എനിക്കുണ്ടായ തീക്ഷ്ണമായ പരിശോധനകളോടും കൂടി ഞാൻ കർത്താവിനെ സേവിച്ചു. പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് ഉപദേശിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എത്ര കൃത്യമായിട്ടാണ് താൻ പറയുന്നത്. ഒരു മടിയും കൂടാതെ ഹല്ലേലൂയ താഴ്മയോടും തന്റെ ഉള്ള അവസ്ഥ താൻ തുറന്നു പറയുകയാണ്. മാത്രമല്ല ദൈവത്തിങ്കിലേക്ക് ഉള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും ഞാൻ സാക്ഷീകരിച്ചുവല്ലോ. താൻ തന്റെ ഉറപ്പ് പറയുക, ചെയ്ത കാര്യങ്ങളെല്ലാം അത് പറയുമ്പോൾ 22 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. യെരൂശലേമിലേക്ക് പോകരുതെന്ന് പൗലോസിനെ പിന്നെ പരിശുദ്ധാത്മാവ് വിലക്കി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പോകുമ്പോൾ താൻ അനുഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് താൻ അറിയുന്നില്ല. തനിക്ക് ചിലതൊക്കെ സംഭവിക്കുമെന്ന് തനിക്കറിയാം, പക്ഷെ അത് എന്തൊക്കെയാണെന്ന് തനിക്ക് അറിയില്ല. എങ്കിലും വിളി കേട്ട് താൻ പോകാൻ ഒരുങ്ങുകയാണ് ദൈവമക്കളെ. ആമേൻ. അവിടെ പറയുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നു. താൻ യെരൂശലേമിലേക്ക് പോയാൽ തനിക്ക് അവിടെ തന്നെ കെട്ടും. തന്നെ അത് മുഖാന്തരമാണല്ലോ താൻ ഇത്രയും കഷ്ടം അനുഭവിച്ചത്. ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും താൻ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കാതെ പേടിക്കാതെ താൻ കഷ്ടം അനുഭവിപ്പാൻ തയ്യാറാകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ഹല്ലേലൂയ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു മുഖം കാണുവാൻ അവർ ആഗ്രഹിച്ചത്. അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആശ്വാസമായിരുന്നു. അവൻ പോകുമ്പോൾ പറയുന്നു, ഇനി എന്റെ മുഖം നിങ്ങൾ കാണത്തില്ല. കാരണം താൻ പോകുന്നത് എവിടേക്കാ? യെരൂശലേമിലേക്കാ. എന്നാൽ അവിടെ വാഴ്ത്ത് പറയുന്നുണ്ട്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചിരുന്ന എന്റെ മുഖം നിങ്ങൾ ആരും ഇനിമേൽ കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും രക്തത്തിന് ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരായി നിയമിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവരെ ഉറപ്പിക്കുക, മുഴുവൻ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചോണം. ഞാൻ നിങ്ങളോടൊന്നും മറച്ചു വെക്കാതെ ഈ സത്യ സുവിശേഷം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിക്കോണം. ഞാൻ പോയ ശേഷം ഇത് നിങ്ങൾ ഈ ആട്ടിൻകൂട്ടത്തെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞു, അവിടെ ഒത്തിരി ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവരുടേതായ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരുടെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ പിടിച്ചു പറ്റി അവരുടെ ഹൃദയങ്ങളെ വശീകരിച്ച് അവരിലേക്ക് അഥവാ മതപരമായ കാര്യങ്ങളിൽ അവരെ മറിച്ചു കൊണ്ടുപോകും. ആട്ടിൻകൂട്ടത്തെ തെറ്റിച്ച് കളയും. അതുകൊണ്ട് 29 വാക്യം പറയുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തോട് ദയ കാണിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരായി നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചോണം. നമ്മളും ഈ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കൊലോസ്യ വിശ്വാസികളെ കുറിച്ച് ഒരു വലിയ വ്യഗ്രത, പൗലോസിന്റെ ഹൃദയത്തിന്റെ വ്യഗ്രതയാണ് താൻ വെളിപ്പെടുത്തുന്നത്. ആരും നശിച്ചു പോകരുത് എന്ന് തനിക്ക് ഭയങ്കര ആശയുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഈ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകത്തക്കവണ്ണം സത്യത്തെ വളച്ച് സംസാരിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഇന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? സത്യത്തെ വളച്ച് സംസാരിച്ചുകൊണ്ട് ദൈവ മക്കളുടെ ഇടയിൽ ഇന്ന് വല്ല വിധേനയും
ഈ ലോകത്തിന്റെ പ്രോസ്പെരിറ്റി തിയോളജി പഠിപ്പിച്ചിട്ട് ആ നിത്യ രാജ്യത്തെക്കുറിച്ച്, സ്വർഗീയ രാജ്യത്തെക്കുറിച്ചല്ല പഠിപ്പിക്കലുകള്. എങ്ങനെയും ലക്ഷ്യം തെറ്റിക്കുവാൻ പിശാച് ഇപ്രകാരമുള്ള ആളുകളെ കൊണ്ടുവന്ന് അട്ടിൻകൂട്ടത്തെ തെറ്റിക്കുവാൻ പ്രവർത്തിക്കുമ്പോൾ അന്നേ അപ്പോസ്തോലൻ ഇതറിയാമായിരുന്നു. അതുകൊണ്ട് കൊലോസ്യർക്ക് വേണ്ടിയുള്ള അപ്പോസ്തോലന്റെ ഹൃദയത്തിന്റെ വ്യഗ്രതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, ഈ വ്യഗ്രത നമുക്ക് ഉണ്ടായിരിക്കണം. നാളെ നമ്മൾ കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മളെ ഏൽപ്പിച്ച വിശ്വാസ സമൂഹത്തെ, നമ്മളെ ഏൽപ്പിച്ച ആട്ടിൻപറ്റത്തെ നന്നായി നടത്തുവാൻ, അവരെ നന്നായി മേയ്ക്കുവാൻ നാം നമ്മാലാവോളം ചെയ്യണം. ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഹല്ലേലൂയ ഭയങ്കരമാകുന്ന, നമുക്കറിയാമല്ലോ, ജനത്തെ നഷ്ടപ്പെടുത്തുന്ന റോങ് ടീച്ചിങ്ങുകൾ നൽകിയിട്ട് ഹല്ലേലൂയ ജനത്തെ വഴിതെറ്റിക്കുകയാണ്. അതുകൊണ്ട് വചനത്തെ പഥ്യമായി പ്രസംഗിക്കുവാൻ അപ്പോസ്തോലൻ ഇവിടെ ഈ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ സത്യവചനത്തെ അതിന്റെ നിലയിൽ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ തുനിയണം. അല്ലെങ്കിൽ തങ്ങളുടെ ശിഷ്യന്മാരാക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും. ഇന്ന് സഭകളിൽ കാണുന്ന ഒരു സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക് വലിച്ചുകൊണ്ട് പോകുക. കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കാണിക്കുക. ഇത് കണ്ടുകൊണ്ട് ആൾക്കാർ ഓടുക. ദൈവമക്കളെ, ഇതെല്ലാം വേണം. പക്ഷെ അത്ഭുതം, അടയാളവും വീര്യപ്രവൃത്തി ഒന്നുമല്ല അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം എന്താണ്? ഹല്ലേലൂയ, ജീവിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകവും നാം പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് തന്നെ. അപ്പം ഹൃദയത്തിന് ആശ്വാസം ലഭിക്കണം. അവിടെയുള്ള ജനം ക്രിസ്തുവിൽ ഉറയ്ക്കണം. ഇതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം. അതുകൊണ്ട് ലവോദിക്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ലവോദിക്കയിലുള്ളവരും കൊലോസ്യയിലുള്ളവരും അപ്പോസ്തലനായ പൗലോസിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ താൻ അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് ആശ്വാസമായിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്ന 31-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുവിൻ. ഞാൻ 3 വർഷം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും നൽകിയ ഉപദേശം ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ഹല്ലേലൂയ ഇവിടെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ആധിക്യം ഈ ദിവസങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടണം. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഈ വചനം ഏറ്റെടുക്കണം. അങ്ങനെ അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്നും കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്ത് കൊള്ളണം. ഈ കാര്യങ്ങളൊക്കെ താൻ മാതൃകയാക്കി വെച്ചിട്ട് പറയും. ഇങ്ങനെ എല്ലാം പറഞ്ഞ ശേഷം മുട്ടുകുത്തി എല്ലാവരോടും കൂടി മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എല്ലാവരോടും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. കപ്പൽ കയറുന്നത് വരെ അവർ അവനെ ഹല്ലേലൂയ അനുധാവനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇവിടെ താൻ ആ സഭയെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ലവോദിക്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്, സ്ഥലമാണ്. ഈ ലവോദിക്യ എന്ന് പറയുന്ന ലൈക്കസ് താഴ്വരയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. അത് 3-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഒരു പട്ടണമാണ് ഈ കൊലോസിയയിൽ, ഈ ലവോദിക്യ. അപ്പൊ അത് കൊലോസിയയിൽ നിന്ന് ഏകദേശം 12 മൈൽ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ തടസ്സമിട്ടുകൊണ്ട് പല പ്രതിസന്ധികൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട്
ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കൃപയ്ക്കൊത്തവണ്ണം നിങ്ങൾ നിലകൊള്ളണമെന്നാണ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല ആ വാക്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 2-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും നമ്മൾ പ്രാപിച്ചെടുക്കണം. അപ്പം ഈ ദൈവിക മർമ്മം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഹല്ലേലൂയ. ഈ 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, അവരുടെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്താണെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ആമേൻ അങ്ങേ അറ്റം ഇവരുടെ നടുവിൽ വരച്ചു കാണിക്കുവാൻ അപ്പോസ്തലൻ ആഗ്രഹിക്കുകയും ആമേൻ തന്നാലാവോളം ആമേൻ ക്രിസ്തുവിൽ നിങ്ങൾ വിവേകികളായി തീരണമെന്നും നിങ്ങൾ ക്രിസ്തുവിന്റെ സമ്പത്താണെന്നും ആമേൻ നിങ്ങളുടെ കഴിവ് അങ്ങേയറ്റം ആമേൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെന്നും അപ്പോസ്തലൻ ഇവിടെ ആമേൻ ഈ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. മാത്രമല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള ആമേൻ ഒരറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ആമേൻ, അത് ദൈവിക പരിജ്ഞാനത്തിൽ നിന്ന് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ടാണ് ഇവിടെ 4-ാം അധ്യായം, ഈ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ഒരുവനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ പക്വതയുള്ളവരും ദൈവഹിതത്തിലെല്ലാം പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഹല്ലേലൂയ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുക, ഒരു പോരാട്ടം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു പോരാട്ടം കഴിക്കുക. എപ്പഫ്രാദിത്തോസ്, ആത്മാവിന്റെ സകല കഴിവുകളും ഉപയോഗിച്ച് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം. അപ്പോസ്തലൻ ആ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി വ്യഗ്രത ഉള്ളവനായി തീർന്നതുപോലെ നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ദൈവസഭകളിൽ, നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ആട്ടിൻകൂട്ടത്തെ വ്യഗ്രതയോടെ സൂക്ഷിക്കുവാൻ നാം പ്രാപ്തരാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാപ്തി നാം പ്രാപിച്ചെടുത്താൽ ആമേൻ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ പോരാടണം. ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ വചനദീപ്തി ഫെലോഷിപ്പിൽ കൂടി നാം പോരാടാനാണ് വന്നിരിക്കുന്നത്. അന്യോന്യം പോരാടാനല്ല, പിശാചിനോടും അവന്റെ തന്ത്രത്തോടും പോരാടാൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടാത്മ സേനയോടും, ആകാശമണ്ഡലങ്ങളെ ദുഷ്ടാത്മ സേനയോടുമാ. അതിനെ പോരാടി ജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നിന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്. എന്റെ ഒരു വാക്യം ഒരാൾ വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആമേൻ പോരാട്ടം കഴിച്ച് ആത്മാവിൽ ആമേൻ നാം ബലപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു വ്യക്തി ജീവിതത്തിന് എന്തായിരിക്കണമെന്നാണ് എഫേസ്യർ 6:12 പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സുലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. കണ്ടോ? അത് എടുത്ത് നമ്മൾ നോക്കണം. നമ്മളിപ്പം ഭയങ്കരമായ പോരാട്ടത്തിലായിരിക്കുക. എവിടെ? നമ്മുടെ വീട്ടിൽ, സഭയ്ക്കകത്ത്, കമ്മിറ്റി കൂടുമ്പം, അല്ലേ? ഭയങ്കര പോരാട്ടമാ. ഈ പോരാട്ടത്തെ കുറിച്ചല്ല ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. സുവിശേഷ ഘോഷണത്തിൽ നമുക്ക് പോരാട്ടം വരും. നമ്മളെ നിലനിർത്താതിരിപ്പാൻ പ്രതികൂലങ്ങൾ നമുക്ക് മുൻപിൽ, പ്രശ്നങ്ങൾ നമുക്ക് മുൻപിൽ, നമ്മെ ചതിയിൽ വീഴ്ത്തുവാൻ, കുഴിയിൽ വീഴ്ത്തുവാൻ, ആമേൻ നിശേഷം ഇല്ലായ്മ ചെയ്യുവാൻ, നിഷ്കരണം നമ്മെ തകിടം മറിക്കുവാൻ, ശുശ്രൂഷയിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ കൃപാവരങ്ങളെ നമുക്ക് തകർത്ത് കളയുവാൻ, നമ്മുടെ ആത്മീയ ദർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, 4 ചുറ്റും നിന്നും പ്രതിസന്ധികൾ നമ്മുടെ നേരെ, ആമേൻ ചക്രം ചവിട്ടുകാരൻ പറയുന്ന പോലെ ഒരു ചക്രം മാടുമ്പോൾ അടുത്ത ചക്രം തെഞ്ചിന് നേരെ വരുന്നെന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളായി നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ദൈവമക്കളെ, ആമേൻ നാം ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആമേൻ വിരോധമായി എഴുന്നേൽക്കാൻ തയ്യാറാകണം. അത് പ്രാർത്ഥനയിൽ നാം തയ്യാറായാൽ പരിശുദ്ധാത്മാവ് പറയുക, നാം വിജയിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് നമ്മൾ എങ്ങനെ പോരാടണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടണം.
പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവമക്കൾക്ക് വലിയ വിജയമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിന്റെ 6-ാം അധ്യായം എഫേസ്യർ 6:10 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പോരാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ബലം വേണം. അതല്ലേ എഴുതിയിരിക്കുന്നത്? അവസാനമായി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പം നമുക്ക് അമിത ബലം ഉണ്ടെങ്കിലേ പോരാടാൻ പറ്റത്തുള്ളൂ അല്ലേ? വലിയൊരു ശക്തിമാനായ ഒരു മനുഷ്യന്റെ മുൻപിൽ ഇങ്ങനെ കല്ലാരിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ചെന്നാൽ ഒറ്റയടിക്ക് താഴെ ഇടും. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിനെ നേരെ ചെന്നു. ആ ഗോലിയാത്ത് എങ്ങനെയോ, എത്ര പൊക്കമുള്ളവൻ, എത്ര 6 അടി മേൽ ഭയങ്കര പൊക്കമുള്ളവൻ, ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, എന്റെ വാളൊക്കെ എത്ര അവസ്ഥകളാ. ഇതിന്റെ നടുവിൽ ആമേൻ ദാവീദ് ആരാ? ഒരു കളിയാക്കി, നീ ഒരു നായെ പോലെ എന്റെ നേരെ വരുന്നോ? ഇന്ന് ദൈവമക്കളെ നോക്കി പിശാച് വെല്ലുവിളിക്കുമ്പോൾ ആമേൻ അതേ ദാവീദ് പറഞ്ഞു, ആമേൻ ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ദൈവവൈതലിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ആത്മാവിൽ ശക്തിപ്പെട്ടാൽ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെട്ടാൽ, പ്രാർത്ഥന നമുക്ക് ആമേൻ കോട്ടയായിരിക്കും. പ്രാർത്ഥനയിൽ നാം വിജയം കൈവരിക്കും. പ്രാർത്ഥനയുടെ ശക്തിയാൽ നാം കോട്ടകളെ പിടിച്ചടക്കും. നമുക്ക് എതിരെ പോരാടി വരുന്ന ആമേൻ ജഡരക്തങ്ങളായിട്ടായിരിക്കാം. പിശാചിന് ശരീരമില്ല. അത് ചിലപ്പോ ഭർത്താവിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോ ഭാര്യയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ മക്കളുടെ രൂപത്തിലായിരിക്കും, അമ്മായിമ്മയുടെ രൂപത്തിലായിരിക്കും, അയൽവക്കക്കാരുടെ രൂപത്തിലായിരിക്കും. ഏത് രൂപത്തിൽ വന്നാലും ആ ജഡരക്തങ്ങളോടല്ല പോരാട്ടം. മറിച്ച് ആമേൻ എന്ത് നാം മനസ്സിലാക്കണം? നമുക്ക് മേളിൽ ഒരു വാഴ്ചയുണ്ട്. നമ്മളെ ഭരിക്കുന്ന, നമ്മൾ ദുഷ്ടന്റെ അധീനതയിലാ ഈ ലോകത്ത് കഴിയുന്നത്. ഈ ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയിലാ. അതുകൊണ്ട് ഈ അധീനതയിൽ കഴിയുന്ന പിശാചിനെ ജയിക്കുവാൻ നാം തിരിച്ചറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നാം എന്ത് ചെയ്യണം? ഒരു സർവായുധ വർഗം ധരിക്കണം. പ്രാർത്ഥനയാകുന്ന ആമേൻ ഹല്ലേലൂയ ആയുധം നാം കയ്യിലെടുക്കണം. വിശ്വാസമാകുന്ന പരിചയം എടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ നാം പോരാടുമ്പോൾ ആമേൻ അതെ വചനമാകുന്ന വാൾ കയ്യിലെടുത്ത് ആമേൻ നാം മുഴങ്കാലിൽ ഇരിക്കുവാൻ തയ്യാറായാൽ ആമേൻ നാം പോരാടി ജയിക്കുവാൻ ദൈവം ഇടയാക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നാം ജഡത്തോട് പോരാടണ്ട, വാഴ്ചകളോട് പോരാടണം, അധികാരങ്ങളോട് പോരാടണം. ഹല്ലേലൂയ. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ പറയുക, ഇതൊക്കെ ഈ അന്ധകാര ശക്തി ഇവരിലൂടെ വരുമ്പോൾ നാം അവരോടല്ല, മറിച്ച് അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഞാന് ഇതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം ഞാൻ തിങ്കളാഴ്ച രാത്രിയിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് വിവരിച്ച് ആമേൻ പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളെ കുറിച്ച് തിങ്കളാഴ്ച രാത്രിയിൽ നന്നായിട്ട് അത് പഠിപ്പിച്ചതാണ്. ആമേൻ ശ്രദ്ധിച്ചവർക്കറിയാം. ആകാശ മണ്ഡലത്തിലെ ഒരു വലിയ ദുഷ്ടാത്മ സൈന്യമുണ്ട്. ഹല്ലേലൂയ. ഈ ദുഷ്ടാത്മ സൈന്യം ആമേൻ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നാം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ നാം പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ സകല കഴിവുകളും ഉപയോഗിച്ചുള്ള ഒന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലുള്ള പോരാട്ടം നാം കഴിക്കുന്നുവെങ്കിൽ നാം ജയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ ഹല്ലേലൂയ 4:12 പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ അപ്പോസ്തലൻ ഇവിടെ നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ പക്വതയുള്ളവരും ദൈവഹിതത്തിലെല്ലാം പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മാത്രമല്ല ആമേൻ ദൈവത്തിന്റെ ആമേൻ സർവായുധ വർഗം ധരിക്കുക. തനിക്ക് അവനെ അഭിമുഖീകരിക്കുവാനുള്ള ശത്രുക്കൾ ഹല്ലേലൂയ തുനിഞ്ഞിറങ്ങിയവരും യഥാർത്ഥത്തിലുള്ളവരായിരുന്നു എന്ന് ഹല്ലേലൂയ അപ്പോസ്തലന് അറിയാം. എങ്കിലും ഈ ശത്രുവിന്റെ തന്ത്രത്തെ ജയിക്കുവാൻ നമുക്ക് ആമേൻ പ്രാപ്തി നേടണം. അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ധൈര്യപ്പെടണം. ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2 ആമേൻ 2:1-2 വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു.
അവർ ക്രിസ്തു എന്ന മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് തന്നെ. അപ്പൊ താൻ പറയാം, ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നു നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഒരറിവ് നമുക്ക് വേണം. അപ്പോസ്തലൻ പറയും, ഞാൻ അറിയുവാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഒറ്റ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11:3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, ഇത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. അപ്പോസ്തലന്റെ ആഗ്രഹമാ. ഇന്ന് സഭയിലെ വിശ്വാസികൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ വീടിന്റെ നിലനിൽപ്പ്, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ക്രിസ്തുവാണ്, തലയാം ക്രിസ്തുവിനെ അനുസരിക്കണം. ഒത്തിരി കാര്യങ്ങൾ അവിടെ വിവരിക്കുവാനായിട്ടുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ നിർത്തട്ടെ. സാധാരണയായിട്ട് അറിവില്ലാതിരിക്കരുതേ എന്ന പ്രയോഗമാണ് നമ്മൾ ബൈബിളിൽ ഒട്ടുമുക്കാലും കാണാറുള്ളത്. എന്നാൽ ഇവിടെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യവും 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യവും. റോമാലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. കണ്ടോ, എന്ന് ഞാൻ വരാനൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താ? തനിക്ക് അവരുടെ അടുക്കൽ ചെല്ലാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആൾക്കാർ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ മറ്റൊരാൾ അറിയുന്നുണ്ടോ? അത് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് അപ്പോസ്തലൻ പറയാ, റോം സന്ദർശിക്കുവാനുള്ള പൗലോസിന്റെ ഒരു അഭിവാഞ്ചയാണത്. താൻ അത് ആഗ്രഹിച്ചിട്ട് പറയുകയാണ്. ആ ആഗ്രഹം താൻ അവിടെ വെളിപ്പെടുത്തുമ്പോൾ ദൈവമക്കളെ, ഈ കൃപ നാം അതിന്റെ നിലയിൽ ഏറ്റെടുക്കണം. പിന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ 11-ന്റെ 25 കൂടെ ചേർത്ത് വായിച്ചട്ടെ. 11-ാം അധ്യായം 25-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്നറിയാതിരിപ്പാൻ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മള് ബുദ്ധിമാന്മാരാന്ന് ചിന്തിച്ച് നടക്കും. അല്ല, കർത്താവിലുള്ള ജ്ഞാനമേ ഉള്ളൂ നമുക്ക്. ആ ജ്ഞാനമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമുക്ക് അറിയണ്ടാത്ത അറിവുകളാണ് നമ്മളിൽ കിടക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ അത് തിരുത്തുക. ഈ വിശ്വാസികളെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒത്തിരി അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്താ പറയുന്നത്? ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഏത് രഹസ്യം? ആ രഹസ്യം ഇതാണ്, നിങ്ങൾക്ക് തന്നെ ആരാണ്? ബുദ്ധിമാന്മാർ എന്ന് തോന്നും. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയല്ലേ? നമ്മൾ ഒട്ടും മാറിക്കൊടുക്കുന്നവരല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വാക്യം കൂടെ വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കുക. 1 കൊരിന്ത്യർ 10-5, 12-1. 1 കൊരിന്ത്യർ 10-5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, ഇതും അറിയാതിരിക്കരുത്. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്നത്തെ ആത്മീയ കോളത്തിൽ എത്ര പേരിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്? നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ ആഗ്രഹിക്കുക. ദൈവം തമ്പുരാൻ അത് അപ്പോസ്തലൻ ഇന്നത്തെ നമുക്ക് വേണ്ടി കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മളെയും വല്ല വിധനെ നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇത് അറിയാതിരിക്കരുത്. ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ ഓർക്കും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോകുമെന്ന്. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇറങ്ങി ഒത്തിരി പേര് പുറപ്പെട്ടു. 20 വയസ്സിന് മേൽ പ്രായമുള്ള ആരും കനാനിൽ എത്തിയില്ല എന്നാ, അല്ലേ? ദൈവപ്രസാദം ഉണ്ടായില്ല. ഇന്ന് നാം കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. നമ്മിൽ എത്ര പേരിൽ ദൈവത്തിന് പ്രസാദമുണ്ട്? നമ്മൾ എത്ര പേർ അങ്ങ് എത്തിച്ചേരും? ഹല്ലേലൂയ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു, തീർന്നവര് എത്തിയില്ല. നാമും ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവമക്കളെ വീണുപോകാൻ സാധ്യതയുണ്ട്, താണുപോകാൻ സാധ്യതയുണ്ട്, തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ദുഷ്ടാത്മസേനയോട് പൊരുതിക്കൊണ്ട് പോരാട്ടം കഴിച്ച് പ്രാർത്ഥനയിൽ പോരാടി ആമേൻ വളരെ വ്യഗ്രതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. ഇനി എന്റെ 12-ന്റെ ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ,
ആത്മീയ വിവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? നിങ്ങൾ ജാതി മതി. അവിടെ അപ്പോസ്തലൻ പറയുക ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇതൊക്കെ ഓരോരോ വിഷയങ്ങൾ എടുത്തു പറയുവാൻ സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ പെട്ടെന്ന് നിർത്തുന്നത്. ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് നമ്മൾ അറിയണം. ആത്മീയ വരങ്ങൾ ഈ ലോകത്തിൽ ലഭിക്കുവാനുള്ളതാണ്. ആ വരങ്ങൾ പ്രാപിച്ചെടുക്കണം എന്നുള്ളത് നമ്മൾ അറിയണം. ഇതൊക്കെ അറിവില്ലാതാക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ കണ്ണുകളെ എന്ത് ചെയ്യുക? കുരുട്ടാക്കിക്കൊണ്ട് നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിക്കണം. അപ്പോസ്തലൻ പറയുക അറിയുവാൻ ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾ ലവോദിക്കയിലുള്ളവർക്ക് ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഈ ഒരു അറിവ് അവരെ അറിയിക്കുക ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സമയക്കാലം നമ്മളോടും പറയുകയാണ്, നമുക്കും ഈ ഒരറിവ് ഉണ്ടാകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കർത്താവ് വിഭജനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരിക്കലും ആമേൻ തളർന്നു പോകാതെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുവാൻ സഹായിക്കാം. നമുക്ക് ആത്മാവിന്റെ നിറവോടുകൂടി കൃപയിൽ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കട്ടെ. ആമേൻ. ഒരാൾ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ.